ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമല്ലോ, ഓരോ ദിവസവും ആത്മഹത്യയുടെ എണ്ണം അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തെമ്പാടും ആത്മഹത്യയുടെ നിരക്ക് കൂടി വരുവാണ്. ഇതിന് വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമല്ല. വിദ്യാഭ്യാസം ഉള്ളവരിലും ഇല്ലാത്തവരിലും, ഫൈനാൻസ് ഒരു മാറ്ററല്ല, അതുപോലെ തന്നെ ജെൻഡർ ഒരു മാറ്ററല്ല, ഏജ് ഒരു മാറ്ററല്ല. എത്ര ചെറുപ്രായത്തിലുള്ള കുട്ടികളാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഈ ശനിയാഴ്ച, അതായത് മെയ് 23 ഇന്ത്യൻ ടൈം ബിറ്റ്വീൻ 7:30 to 8:30, അതുപോലെ തന്നെ അമേരിക്കൻ ടൈം CST ടൈം 9 to 10, അതുപോലെ തന്നെ EST ടൈം 10 to 11 ഞാൻ ആത്മഹത്യയെപ്പറ്റി വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നതാണ്. അതായത് കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത കൂടാനുള്ള കാരണം എന്താണ്, ആത്മഹത്യ ചെയ്യുന്ന ഒരാളുടെ ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആത്മഹത്യയെപ്പറ്റിയുള്ള ചില മിഥ്യാധാരണകളുണ്ട്, അതെന്താണ്, ഈ ആത്മഹത്യയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ നമുക്ക് ഒരാളെ കണ്ടാൽ അയാൾക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം, ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇതിന് ആത്മഹത്യയുള്ള ഒരാളെ എങ്ങനെ ആ തോട്ട്സിൽ നിന്നും ആ പ്രവണതയിൽ നിന്നും നമുക്ക് രക്ഷിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഇത് ഒരു സൂം മീറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും ഇത് കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ സൂം ID-യും അതുപോലെ ഇൻഫർമേഷനൊക്കെ ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അറിവിനായിട്ട് ഒന്നുകൂടെ ഞാൻ പറയാം. സൂം മീറ്റിങ്ങിൻ്റെ ID ആണ് 895408575558 895408575558. അതുപോലെ അതിൻ്റെ പാസ്കോഡാണ് 045456 045456. നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് അങ്ങനെ ആത്മഹത്യാ പ്രവണതയൊന്നുമില്ല, ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെയെങ്കിലുമോ, നിങ്ങളുടെ നെയ്ബർഹുഡിലുള്ള ആരെയെങ്കിലുമോ, നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആരെയെങ്കിലുമോ, പോട്ടെ കമ്മ്യൂണിറ്റിയിലുള്ള ആരെയെങ്കിലുമോ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും?